മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ് സ്വർഗാതിസ്വർഗത്തിൽ എന്നും ജീവിക്കുകയും അനധി വിദൂര ഭാവിയിൽ അള്ളാഹുവും മുഹമ്മദും അടക്കം സകലത്തിനെയും ന്യായം വിധിക്കാൻ വേണ്ടി വീണ്ടും വരുന്നവനുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുലമായ നാമത്തിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും ട്രൂത്ത് ഫൈറ്റേഴ്സിന്റെ സ്നേഹ വന്ദനങ്ങൾ. കഴിഞ്ഞ ചില ദിവസങ്ങളായി ട്രൂത്ത് ഫൈറ്റേഴ്സിന്റെ ചാനലിൽ ഷോർട്സ് വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. ഈ ഷോർട്സ് വീഡിയോകളായതിനാൽ അവയ്ക്ക് സ്വാഭാവികമായും നല്ല റീച്ച് കിട്ടും. അതുകൊണ്ട് തന്നെ ഇതുവരെ ട്രൂത്ത് ഫൈറ്റേഴ്സ് ചാനലൊന്നും കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത മുസ്ലിങ്ങൾ പലരും അത്തരം വീഡിയോകൾ കാണുന്നുണ്ട്. ആ വീഡിയോകൾ കണ്ട് സകല എണ്ണത്തിനും കുരുപൊട്ടിയിരിക്കുകയാണ്. സാമാന്യം നല്ല തെറികളാണ് കമന്റ് ബോക്സിൽ വരുന്നത്. മുൻപ് ഞങ്ങൾ ചെയ്ത വീഡിയോകളിൽ നിന്നാണ് 1 മിനിറ്റോ അതിൽ താഴെയോ വരുന്ന ഓരോ ഷോർട്ട് വീഡിയോയും ഉണ്ടാക്കുന്നത് എന്നതിനാൽ ആ 1 മിനിറ്റ് വീഡിയോ കണ്ടിട്ടാണ് ഇവന്മാർ തെറി വിളിക്കുന്നത്. ഫുൾ വീഡിയോ കണ്ടാൽ തെറി വിളിക്കാൻ നിൽക്കുന്നവര് തലയിൽ മുണ്ടിട്ട് കണ്ടം വഴി ഓടും. അത്രമാത്രം റെഫറൻസുകൾ വെച്ചിട്ടാണ് ഞങ്ങൾ ഓരോ വീഡിയോയും ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ പറയുന്ന ഓരോ കാര്യത്തിന്റെയും തെളിവ് ആ വീഡിയോകളിലുണ്ട്. എന്നാൽ ഷോർട്ട് വീഡിയോയിൽ നമുക്ക് റെഫറൻസ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. അത്രയും ദീർഘമായിട്ട് കിട്ടില്ല, 1 മിനിറ്റേ കിട്ടുള്ളൂ പരമാവധി. അപ്പൊ ചെറുതായിട്ട് പോകുന്നു. ആ ചെറിയ 1 മിനിറ്റ് ക്ലിപ്പ് കണ്ടിട്ട് ഇവരുടെ വിചാരം കള്ളം പറയുകയാണ്, ഇതിന്റെ തെളിവൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല, വെറുതെ അങ്ങ് അടിച്ചു വിടുകയാണെന്ന് ഇവരുടെ വിചാരം. അതുകൊണ്ടാണ് അവന്മാർ തെറി വിളിക്കാൻ ധൈര്യപ്പെടുന്നത്. അല്ലാതെ ഒറിജിനൽ വീഡിയോ, മുഴുവൻ വീഡിയോ, ചിലപ്പോൾ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ഒക്കെ ഉള്ള മുഴുവൻ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇവന്മാർ തലയിൽ മുണ്ടിട്ട് ഓടും. മനസ്സിലായ? അത്രേ ഉള്ളൂ അത് സംഗതി. ഏതായാലും അവന്മാരുടെ തെറിവിളിയൊക്കെ ഞാൻ അവഗണിച്ചു വിടുകയാണ്. കാരണം ഇവന്മാർക്ക് മനസ്സിലായിട്ടില്ല ഇവരുടെ തെറിവിളിയാണ് ഞങ്ങളുടെ ഊർജ്ജം എന്നുള്ള കാര്യം. പല വീഡിയോകളും ഞാൻ പിന്നെ ചെയ്യാം എന്നെഴുതി മാറ്റി വയ്ക്കാറുണ്ട് പലതും. ഈ മാറ്റിവെക്കുന്ന വീഡിയോകൾ പെട്ടെന്ന് ചെയ്യുന്ന ഒരു കാരണം ഇവന്മാരുടെ തെറിവിളിയാണ്. ഈ തെറിവിളി കേൾക്കുമ്പോൾ ആയിരിക്കും എന്നാ ശരി ആ വീഡിയോ ചെയ്തിട്ട് തന്നെ, അല്ലെങ്കിൽ ആ ഭിന്നത്തേക്കൊക്കെ വേറെ തിരക്കുകളും മറ്റുമൊക്കെ അല്ല, അതൊക്കെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാന്ന് വിചാരിച്ചു വെക്കാറുണ്ട്. അപ്പൊ ഇവന്മാർക്ക് ഇത് പിടിയിട്ടിട്ടില്ല, തെറിവിളിയാണ് നമ്മുടെ ഊർജ്ജം എന്നുള്ളത്. അതുപോലെ തന്നെ ഞാനെന്തോ പുതിയ ആളാണെന്നാണ് ഇവരുടെ വിചാരം. ഈ ഫീൽഡിലേക്ക് ഞാൻ പുതിയ ആളാണെന്നാണ് വിചാരം. അവരുടെ കമന്റ് ഒക്കെ നോക്കിയാൽ അറിയാം. വളരെ ബോഡി ഷെയ്മിങ് ഉണ്ട്, കളറിന്റെ പേര്, നിറത്തിന്റെ പേര് പറഞ്ഞിട്ടുള്ള ഷെയ്മിങ്, ഇതെല്ലാം ഉണ്ട്. ഞാനിതെല്ലാം കണ്ട് ആസ്വദിക്കുകയാണ്. കാരണം ഇതിനൊക്കെയുള്ള മറുപടി ഓരോന്നോരോന്നായിട്ട് വീഡിയോ ആയിട്ട് തരാമെന്ന് വിചാരിക്കുന്നു. ഇവരുടെ ഈ തെറിവിളിയാണ് ഞങ്ങളുടെ ഊർജ്ജം എന്ന് പറഞ്ഞല്ലോ. ട്രൂത്ത് ഫൈറ്റേഴ്സ് എന്ന കൂട്ടായ്മ രൂപപ്പെട്ടു വരുന്നതിൽ ഇവന്മാരുടെ തെറിവിളിക്ക് ഒരു പ്രധാന പങ്കുണ്ട്. 10-15 കൊല്ലം മുമ്പ് ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നുമുള്ള തെളിവുകൾ വെച്ച് ഞാൻ ഫേസ്ബുക്കിൽ ഇസ്ലാമിക വിഷയങ്ങൾ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അന്ന് തന്നെ ഏറ്റവും ശക്തമായി എതിർത്തിരുന്നത് ക്രിസ്ത്യാനികളായിരുന്നു. അവർ ഖുർആന് ഹദീസുകളൊന്നും വായിച്ചിട്ടില്ല. 15 കൊല്ലം മുമ്പത്തെ കാര്യം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എഴുതുന്നത് സത്യമല്ല എന്നായിരുന്നു അവരുടെ വിചാരം. കാരണം ഒരു മതത്തിന്റെ പ്രമാണ ഗ്രന്ഥങ്ങൾക്കകത്ത് ഇതുപോലെയുള്ള വൃത്തികേടുകൾ ഉണ്ടാകുമോ എന്നായിരുന്നു അവർ ചിന്തിച്ചത്. അവർക്കാകെ പരിചയമുള്ളത് ബൈബിളാണല്ലോ. അപ്പൊ അതുപോലെ തന്നെ മറ്റു ഗ്രന്ഥങ്ങളും. അപ്പൊ ഇങ്ങനെയുള്ള വൃത്തികേടുകൾ ഉണ്ടാവില്ല എന്ന് അവർ വിചാരിച്ചേ. അപ്പൊ ഞാൻ പറയുന്നത് ശരിയാണ്, ഞാൻ ടൈപ്പ് ചെയ്തിടുന്നത് ഇത് ശരിയാണ്, സത്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടി സ്ക്രീൻഷോട്ട് ഇടുന്ന ഓപ്ഷൻ ഒന്നും ഫേസ്ബുക്കിൽ അന്നില്ല. പിന്നീടാണ് ആ അപ്ഡേറ്റ് വരുന്നത്. ആ അപ്ഡേറ്റ് വന്നിട്ടും ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് തെളിയിക്കാൻ ആ പേജുകളുടെ സ്കാൻ ചെയ്ത കോപ്പി ഇടാനൊന്നും എനിക്ക് സാധിച്ചിരുന്നില്ല. കാരണം ഞാൻ അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് 2G സിമ്മാണ്. 2G സിമ്മിലാണ് ഈ കളിയെല്ലാം. ഒരു പോസ്റ്റോ കമന്റോ ഇട്ടാൽ പോലും അത് പബ്ലിഷ് ആയി വരാൻ കുറെ സമയം എടുക്കും. വട്ടം കറങ്ങിക്കൊണ്ടിരിക്കും, അത് നോക്കിക്കൊണ്ടിരിക്കണം. അപ്പൊ ആ സ്ഥിതിയിൽ ഒരു സ്കാൻ ചെയ്ത ഇമേജ് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് സത്യമാണെന്ന് തെളിയിക്കാൻ റെഫറൻസ് നമ്പർ കൊടുക്കുക എന്നുള്ളതല്ലാതെ പേജ് സ്കാൻ ചെയ്തിടാനോ അല്ലെങ്കിൽ ആ സ്ക്രീൻഷോട്ട് ഇടാനോ ഒന്നും എനിക്ക് പറ്റിയിരുന്നില്ല. സ്വാഭാവികമായും ക്രിസ്ത്യാനികള് ഞാൻ പറയുന്നത് സത്യമാണെന്ന് അന്ന് ചിന്തിച്ചിരുന്നില്ല. എന്നാൽ ആ ക്രിസ്ത്യാനികൾ പിന്നീട് മാറി ചിന്തിക്കുക മാത്രമല്ല ഞങ്ങളുടെ ടീമിൽ വന്ന് ഒരുമിച്ച് ശക്തമായിട്ട് ഇസ്ലാമിനെ എതിർക്കാൻ നിൽക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ ആയിട്ട് മാറുകയും ചെയ്തതിന്റെ ഒരു പ്രധാനപ്പെട്ട സംഗതി എൻ്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കീഴിൽ വന്നുള്ള യുവന്മാരുടെ തെറിവിളികളായിരുന്നു. ഞാൻ ചീത്തയോ തെറിയോ ഒന്നും വിളിക്കാതെ മാന്യമായ ഭാഷയിലാണ് കാര്യങ്ങൾ എഴുതിയിട്ടുകൊണ്ടിരുന്നത്. ആകെ അതിനകത്തുള്ള മോശം ഭാഷ എന്നുള്ളത് ഈ ഖുറാനിൽ നിന്ന്, ഹദീസുകളിൽ നിന്നും മറ്റ് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ഉദ്ധരണികളാണ്. ആ ഉദ്ധരണികൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് മാറ്റാൻ പറ്റില്ല, അങ്ങനെ തന്നെ കൊടുക്കേണ്ടി വരും. അപ്പൊ അത് വായിക്കുമ്പോൾ പലർക്കും തോന്നും എന്തൊരു തെറിയാ ഇവൻ എഴുതി വിടുന്നതെന്നൊക്കെ തോന്നും. അതിപ്പോ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നത്. അതല്ലാതെ ഞാനായിട്ട് ആരെയും ചീത്തയോ തെറിയോ ഒന്നും വിളിച്ചിരുന്നില്ല. ആ പോസ്റ്റുകളുടെ കീഴിൽ വന്ന് ഉത്തരവില്ലാത്ത മുസ്ലിങ്ങൾ എന്നെ തെറി വിളിക്കുന്നത് കണ്ടപ്പോഴാണ് ക്രിസ്ത്യാനികൾക്ക് മനസ്സിലായത് ഞാൻ എഴുതിയിട്ട കാര്യങ്ങൾ സത്യം തന്നെയാണെന്ന്. അന്ന് ഞാൻ മുസ്ലിങ്ങളെ വെല്ലുവിളിക്കുമായിരുന്നു. ഞാൻ കളവാണ് പറയുന്നതെങ്കിൽ സത്യമായത് നിങ്ങൾ പോസ്റ്റ് ചെയ്ത് കാണിക്കൂന്ന്. നിങ്ങൾ പോസ്റ്റ് ചെയ്യേ. അതവർക്ക് ഒരിക്കലും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്. അവർ ആ പുസ്തകം പോയി പരിശോധിച്ച് നോക്കിയിട്ട് അത് അങ്ങനെ തന്നെ ഇവിടെ പോസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ കാര്യം തന്നെ അതിനകത്തുള്ളത്, വേറെ ഇല്ല.
അപ്പൊ ചുമ്മാ ഞാൻ ഓണ പറയാണെന്നും പറഞ്ഞ് തെറിവിളിയോട് തെറിവിളിയായിരുന്നു. ഇപ്പൊ ഈ ഷോർട്സ് വീഡിയോകളുടെ കീഴിൽ വരുന്ന പോലെ തന്നെ, അതിന്റെ കമന്റ് ബോക്സിൽ വരുന്നത് പോലെ തന്നെ അന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ടായിരുന്നു തെറിവിളിയോടെ തെറിവിളി. അതോടെ എല്ലാവർക്കും മനസ്സിലായി. പല നിരീശ്വരവാദികളും എന്നെ എതിർത്തിരുന്നു. അല്ല, ഇങ്ങനെയൊന്നും അവരുടെ മതസ്ഥാപകനെ ഇങ്ങനെയൊന്നും പറയില്ല, അവരുടെ പ്രവാചകനല്ലേ, ഇങ്ങനെയൊന്നും പറയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പുസ്തകത്തിലുള്ളതാണ് ഞാൻ പറഞ്ഞത്, അവർ പോലും വിശ്വസിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷെ ഇവന്മാരെ തെറിവിളി തുടങ്ങി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഞാൻ എഴുതിയിടുന്നതൊക്കെ സത്യം തന്നെയാണെന്ന്. കാരണം അവർക്ക് മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് തെറിവിളിക്കുന്നത്. തെറിവിളിച്ച് എന്നെ നിശബ്ദനാക്കാമെന്നാണ് അവർ വിചാരിച്ചത്. അപ്പൊ ഇത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഈ ആളുകളെല്ലാം, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളായിരിക്കുന്നവരൊക്കെ പതുക്കെ പതുക്കെ എന്നോടൊപ്പം കൂടാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളൊരു ടീമായിട്ട് രൂപപ്പെട്ടു വന്നു. അതുകൊണ്ട് ഇപ്പോഴും അവരെന്നെ തെറി വിളിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം മതസൗഹാർദ്ദത്തിന്റെ നടക്കുന്ന കുറേയേറെ നാമധേയ ക്രിസ്ത്യാനികൾ ഇന്ന് കേരളത്തിലുണ്ട്. ഒരുപക്ഷെ ഇവന്മാർ എന്നെ വിളിക്കുന്ന തെറി കേട്ടിട്ട് അവർ മാറി ചിന്തിക്കുകയാണെങ്കിലോ, അതിനുവേണ്ടി കുറെ തെറി കേട്ടാലും കുഴപ്പമില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇവന്മാരുടെ തെറിവിളികൾ അവഗണിച്ചു വിടുന്നത്. എന്നാൽ ഞാൻ ഇസ്ലാം എന്താണെന്ന് പഠിച്ചിട്ടില്ല, എനിക്ക് ഇസ്ലാം എന്താണെന്ന് അറിയില്ല, ഖുർആൻ എന്താണെന്ന് അറിയില്ല, ഹദീസ് എന്താണെന്ന് അറിയില്ല. ഇസ്ലാം എന്താണെന്ന് ഞാൻ ശരിക്കും മനസ്സിലാക്കിയിരുന്നെങ്കിൽ പണ്ടേ ഞാൻ ഇസ്ലാം സ്വീകരിക്കുമായിരുന്നു എന്നൊക്കെയുള്ള അവന്മാരുടെ കമന്റുകളുണ്ട്. അത് അങ്ങനെ അങ്ങ് അവഗണിക്കാൻ സാധിക്കുന്നതല്ല. അത്തരം കമന്റുകൾക്ക് വീഡിയോയിലൂടെ തന്നെ മറുപടി പറയാമെന്ന് വിചാരിക്കുന്നു. ഈ കമന്റ് ഇതിന് മാത്രമല്ല, ഇനിയും അവന്മാരിടുന്ന പല കമന്റുകൾക്കും ഞാൻ അവിടെ മറുപടി പറയുന്നതിനേക്കാൾ ഉപരി വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. മദ്രസയില് ഉസ്താദ് പറയുന്നത് മാത്രമാണ് സത്യമെന്ന് വിശ്വസിച്ച് കാലം കഴിക്കുന്നവരാണ് ഈ മദ്രസ പൊട്ടന്മാരെല്ലാവരും തന്നെ. അതുകൊണ്ട് സ്വന്തം കിതാബുകളുടെ ന്യൂനതകളെക്കുറിച്ചോ അതിനകത്തുള്ള പൊട്ടത്തരങ്ങളെക്കുറിച്ചോ ഈ പാവം പൊട്ടന്മാർക്ക് യാതൊരു അറിവുമില്ല. ഹദീസുകളെ കുറിച്ച് ഞങ്ങളിട്ട ഒരു ഷോർട്ട് വീഡിയോയ്ക്ക് കീഴെ വന്ന ചില കമന്റുകൾ ഞാൻ നിങ്ങളെ കാണിക്കാം. ഷൗക്കത്ത് അലി എന്ന് പറഞ്ഞൊരുത്തം പറയാണ്, ഈ തണ്ടിക്ക് എന്തറിയാം ഹദീസിനെ പറ്റി. വേറെ ഒരു ഷിഹാബുദ്ദീൻ പറയുകയാണ്, ഹദീസ് മെത്തഡോളജി വായിച്ചിട്ടേ ഇല്ലെന്ന് മനസ്സിലായി. ഞാനത് വായിച്ചിട്ടില്ല അത്രേ. അടുത്തത് വേറൊരുത്തൻ, നിനക്ക് ഹദീസിനെ കുറിച്ച് ഒരു പുണ്ണാക്കും അറിയില്ലെന്ന് മനസ്സിലായി. അടുത്ത ടീമും, ഒരു ഹദീസ് തള്ളിക്കളയാനുള്ള കാരണമെങ്ങാനും നീ അറിഞ്ഞിരുന്നെങ്കിൽ ആ നിമിഷം അന്താളിച്ചു പോകുമായിരുന്നു, തല കറങ്ങി വീഴും, പിന്നെ ബോധം തിരിച്ചു വരുമ്പോൾ നീ ഇസ്ലാം സ്വീകരിച്ചിരിക്കും, നീ സത്യസന്ധമായി ചിന്തിച്ചാൽ മാത്രം. അപ്പൊ നമ്മളൊന്നും സത്യസന്ധമായി ചിന്തിക്കാത്ത ആളുകളാണെന്ന് ഇവർ പറയുന്നത്. ഈ മദ്രസ പൊട്ടന്മാരുടെ വാദം അതാണ്. ഹദീസ് മെത്തഡോളജി എന്നാൽ എന്തോ വലിയ സംഭവമാണെന്നാണ് മദ്രസയിൽ വെച്ച് ഇവന്മാരോട് ഉസ്താദ് പറഞ്ഞത്. പിന്നെ കാര്യകാരണ സഹിതം ചിന്തിക്കുന്ന പരിപാടി ഇവർക്കില്ല. ഒരു വിഷയം കേൾക്കുമ്പോൾ അതിന്റെ കാരണങ്ങളും കാര്യങ്ങളും ഇതൊന്നും അങ്ങനെയുള്ള ഒരു ചിന്തയെ ഇവർക്കില്ല. ഉസ്താദ് എന്ത് പറയുന്നു അത് കണ്ണുടച്ച് വിശ്വസിക്കും. ഇത് ഇന്നലെ തുടങ്ങിയതല്ല, 1400 കൊല്ലമായിട്ട് ഇത് തന്നെയാണ്. മുഹമ്മദ് എന്ന് പറഞ്ഞു എന്റെ മുമ്പാകെ ഒരു മലക്ക് പ്രത്യക്ഷപ്പെട്ടു. അത് വിശ്വസിക്കാൻ കുറെ പൊട്ടന്മാരന്നുണ്ടായി. മലക്ക് പ്രത്യക്ഷപ്പെട്ടതിന് ഒരു തെളിവ് എടുക്കാനുണ്ടോ? ചോദിച്ചില്ല. ചോദിച്ച ആൾക്കാരുണ്ട് കേട്ടാ, ഖുറൈശികൾ ചോദിച്ചിട്ടുണ്ട്. ചോദിച്ചവരൊക്കെ ചീത്ത വിളിക്കുകയും തെറി പറയുകയും ചെയ്യാണ് അള്ളാഹു ഖുർആന്റെ അകത്ത്. വളരെ മോശമായിട്ടാണ് അവരൊക്കെ അധിക്ഷേപിച്ചിരിക്കുന്നത്. അതാ ചെയ്തത്, തെളിവൊന്നും കൊടുത്തിട്ടില്ല. അതല്ലാതെ മുസ്ലിങ്ങളായ ടീമുകളുണ്ടല്ലോ, അവരുടെ കാര്യം ഞാൻ പറയുന്നത്. ഇവന്മാരാരും ചോദിച്ചില്ല. മുഹമ്മദിനോട് എനിക്കിപ്പോൾ ഒരു വഹി വന്നു, എന്താ തെളിവ്? മലക്ക് വന്നു എന്നുള്ളതിന് എന്തെങ്കിലും ദൃക്സാക്ഷി ഉണ്ടോ? ഒരു രണ്ടാമതൊരു സാക്ഷി? മുഹമ്മദ് എന്ന് പറയുന്ന ഒറ്റ മനുഷ്യൻ പറയുന്നത് മാത്രമാണ് ഇവരുടെ വേദവാക്യം, വേറെ ഒന്നുമില്ല. അയാൾ എന്ത് പറയുന്നു അതൊക്കെ അങ്ങനെ തന്നെ കണ്ണുടച്ച് വിശ്വസിക്കുകയാണ്. ആ പാറ്റേണാണ് ഇന്നും തുടർന്നു പോരുന്നത്. ഉസ്താദ് എന്ത് പറയുന്നു അത് തന്നെ സത്യം, അങ്ങനെ തന്നെ വിശ്വസിക്കും. അപ്പോ ഈ ഹദീസ് മെത്തഡോളജിയെ കുറിച്ച് ഉസ്താദ് മദ്രസയിൽ വെച്ച് വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത് ഉമ്മാർ അതൊക്കെ സത്യമാണെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ തള്ളുന്നത്. എൻ്റെ മുസ്ലിം സുഹൃത്തുക്കളെ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങളുടെ രണ്ടാം പ്രമാണമായ ഹദീസ് അത്ര വലിയ സംഗതിയൊന്നുമല്ല. ഹദീസ് മെത്തഡോളജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹദീസ് നിദാന ശാസ്ത്രം എന്നൊക്കെ പറയുന്നത് മഹാ കോമഡിയാണ്. ഇതൊന്നും ആദ്യകാലത്ത് ഉണ്ടായിരുന്നില്ല. ഈ ബുഖാരിയും മുസ്ലിമും തിർമിദിയും ഇബ്നു മാജയും അബൂദാവൂദും നസായിയും ഒക്കെ ഹദീസ് ശേഖരിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ പറയുന്ന ഹദീസ് മെത്തഡോളജി ഒന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ പിൽക്കാലത്തെ ഇസ്ലാമിക പണ്ഡിതന്മാർ ഉണ്ടാക്കിയെടുത്ത ഉഡായിപ്പുകളാണ്. ഹദീസ് നിദാന ശാസ്ത്രത്തിന്റെ പൊള്ളത്തരം മുസ്ലിങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ അന്താളിച്ചു പോവുകയല്ല ചെയ്യുക, ചിലപ്പോൾ അന്ത്യശ്വാസം തന്നെ ഒലിച്ചു പോകും. ഇത്രയും നാളും എന്നെ പമ്പര വിഡ്ഢിയാക്കിയല്ലോ എന്ന് ഓർത്തിട്ട്, എന്നെ മാത്രമല്ല എന്റെ ഉപ്പാന്റെ തലമുറയായിട്ട് ഞങ്ങളെ പമ്പര വിഡ്ഢികളാക്കിയല്ലോ എന്ന് ഓർത്തിട്ട് ചിലപ്പോൾ അന്ത്യശ്വാസം വലിച്ചു പോകും. എന്തൊരു ടെൻഷൻ. പെരുന്നാളായിട്ട് അച്ഛമ്മയുടെ സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കാൻ ആർക്കും അറിയില്ലെന്ന്. എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? നിറവറ ചിക്കൻ മസാല ഉണ്ടല്ലോ. വന്നാട്ടെ കണ്ടാട്ടെ നമ്മുടെ നാടൻ കോഴിക്കറി. വറുത്താലും പൊരിച്ചാലും വറുത്തരച്ചാലും ഇത് കിടുവല്ലേ. അടി
നല്ല വിറകടുപ്പിൽ വറുത്ത മസാലയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ. ഇത് നിറബറ ചിക്കൻ മസാലയാണമ്മേ. 20 വർഷത്തിലേറെയായി വിറകടുപ്പിൽ റോസ്റ്റ് ചെയ്ത് കറി പൗഡറുകൾ തയ്യാറാക്കുന്ന റോസ് മാസ്റ്റേഴ്സ് ആണ് നിറബറയുടെ പരമ്പരാഗതമായ മേന്മയുടെ പിന്നിൽ. ചാമ്പിക്കോ നിറബറ, നാടൻ രുചി, നാടിന്റെ രുചി. और ऑर्डर्स लेट नाइट होगी. तू किचन देख, डिलीवरीज मैं कर दूंगी. पीरियड्स में समझ लो पीरियड्स भूल ही गई. क्योंकि स्टे फ्री सिक्योर एक्सेल की लीक लॉक टेक्नोलॉजी दे 12 घंटों तक प्रोटेक्शन. स्टे फ्री सिक्योर एक्सेल, दिन तुम्हारे साथ चलेगा. അതിലൂടായിപ്പാണ് ഈ ഹദീസ് നിദാന ശാസ്ത്രം എന്ന് പറയുന്നത്. സ്വഹീഹായ ഹദീസുകൾ ശേഖരിക്കുന്നതിന് ഇവർ പറയുന്നത് പോലെയുള്ള ഒരു മാനദണ്ഡം ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ മാനദണ്ഡം വെച്ചുള്ള പരിശോധനയാണ് അവർ ഉപയോഗിച്ചിരുന്നതെങ്കിൽ ആ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഹദീസുകളെല്ലാം ശേഖരിച്ചിരുന്നത് വിചാരിക്കുക. മുഹമ്മദിന് ശേഷം 240 കൊല്ലം കഴിഞ്ഞ് ബുഖാരി വരുന്നു. ഒരാൾ 30ാമത്തെ വയസ്സിൽ അടുത്ത തലമുറയെ ജനിപ്പിച്ചു എന്ന് കരുതിയാൽ പോലും 8ാമത്തെ തലമുറയിലാണ് ബുഖാരി വരുന്നതെന്ന് സാരം. ബുഖാരി തനിക്ക് കിട്ടിയ വിവരത്തിന്റെ ആധികാരികത പരിശോധിക്കാൻ വേണ്ടി ഇടയിലുള്ള എല്ലാവരുടെയും സത്യസന്ധത എത്രമാത്രം ഉണ്ടെന്ന് അന്വേഷിക്കുന്നു. 6 ലക്ഷം ഹദീസുകളിൽ നിന്നും വെറും 7000 ചില്ലാനും മാത്രം ഹദീസുകൾ എടുത്ത് അദ്ദേഹം ബാക്കിയുള്ളതൊക്കെ തള്ളിക്കളയുകയാണ്. അതിനുശേഷം ഇമാം മുസ്ലിം വരുന്നു. ബുഖാരിക്ക് ശേഷം ഒരു 40 കൊല്ലങ്ങൾക്ക് ശേഷം 280 ആ കാലഘട്ടത്തിൽ, ഹിജ്റ 280 കാലഘട്ടത്തിൽ, അതായത് 9ാമത്തെ തലമുറയിൽ പുള്ളിയും 6 ലക്ഷത്തോളം ഹദീസുകൾ പരിശോധിക്കുന്നു. പരിശോധനയിൽ ഇമാം ബുഖാരിക്ക് സത്യസന്ധരായി തോന്നിയ പലരും കള്ളന്മാരാണെന്ന് ഇമാം മുസ്ലിമിന് മനസ്സിലാകുന്നു. മുസ്ലിം അവരെയൊക്കെ തള്ളുന്നു. കൂടാതെ ബുഖാരി കള്ളന്മാരാണെന്ന് പറഞ്ഞ് തള്ളിയ പല ആൾക്കാരും സത്യസന്ധരാണെന്നും മുസ്ലിമിന് മനസ്സിലാകുന്നു. അവരുടെയൊക്കെ ഹദീസുകൾ മുസ്ലിം സ്വീകരിക്കുന്നു. അതിനുശേഷം അടുത്ത കൂട്ടർ വരുന്നു. ഇബ്നു മാജയും തിർമിദിയും അബൂദാവൂദും നസായിയും ഒക്കെ 10ാം തലമുറയ്ക്ക് ശേഷം 300 കൊല്ലം ഹിജ്റ 300-ന് ശേഷം അവർ വരുന്നു. ഇവരും ഈ 6 ലക്ഷം ഹദീസുകൾ പരിശോധിക്കുന്നു. പരിശോധനയിൽ ബുഖാരിക്കും മുസ്ലിമിനും സത്യസന്ധരായി തോന്നിയ പലരെയും കള്ളന്മാരെന്ന് മുദ്രകുത്തി ഇവരിൽ ചിലർ തള്ളിക്കളയുന്നു. അതുപോലെ ബുഖാരിക്കും മുസ്ലിമിനും കള്ളന്മാരായി തോന്നിയ പലരെയും കള്ളന്മാരല്ല എന്ന് കണ്ട് അവരുടെ ഹദീസുകൾ അവർ സ്വീകരിക്കുന്നു. മനസ്സിലായ? അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇവര് പറയുന്നത് പോലെയുള്ള ഹദീസ് നിദാന ശാസ്ത്രം അനുസരിച്ച് സ്വഹീഹായ ഹദീസുകളെ തെരഞ്ഞെടുക്കുകയായിരുന്നു അവർ ചെയ്തതെങ്കിൽ, ഒരേ മാനദണ്ഡം തന്നെയാണ് എല്ലാ ഹദീസ് സമാഹർത്താക്കളും ഉപയോഗിച്ചിരുന്നതെങ്കിൽ എല്ലാവർക്കും കിട്ടുന്ന ഹദീസുകളും ഒന്ന് തന്നെ ആയിരിക്കും എന്നതിൽ സംശയത്തിന് അവകാശമില്ല. എന്നാൽ അങ്ങനെയല്ല ഉണ്ടായത്. ഹദീസുകൾ സ്വീകരിക്കുന്നതിന് നിയതമായ ഒരു മാർഗരേഖ അവർക്കുണ്ടായിരുന്നില്ല എന്ന് വ്യക്തമാണ്. അതുകൊണ്ടാണ് ഓരോരുത്തർ തങ്ങൾക്ക് ഇഷ്ടമുള്ള ഹദീസുകൾ സ്വീകരിച്ചതും തങ്ങൾക്ക് ഇഷ്ടമുള്ള ഹദീസുകൾ തള്ളിയതും, അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ഹദീസുകൾ തള്ളിയതും. ഇങ്ങനെ ചില ആൾക്കാരുടെ മനോബോധത്തിനൊത്തവണ്ണം തള്ളേണ്ടതും കൊള്ളേണ്ടതുമാണോ മുസ്ലിങ്ങളെ നിങ്ങളുടെ പ്രമാണങ്ങൾ? ആണോ? ഇതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം. തീർന്നില്ല, വേറൊരു കാര്യം കൂടിയുണ്ട്. മാലിക് മുവാത്ത എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. മാലിക് മുവാത്ത സത്യത്തിൽ ബുഖാരിക്ക് മുമ്പേ ഹദീസ് ശേഖരിച്ചത് ഇമാം മാലിക്കാണ്. അദ്ദേഹത്തിന്റെ ഹദീസ് സമാഹരണം അറിയപ്പെടുന്നത് മാലിക് മുവാത്ത എന്ന പേരിലാണ്. ഇന്നുള്ള മുസ്ലിങ്ങളിൽ ബഹുഭൂരിപക്ഷവും മാലിക് മുവാത്തയെ അംഗീകരിക്കുന്നില്ല. അതിന്റെ കാരണം മുഹമ്മദിനെ കുറിച്ച് മാലിക് മുവാത്തയിലുള്ള വിവരണങ്ങൾ ഇന്നത്തെ പരിഷ്കൃത സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ കൊള്ളില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇമാം ബുഖാരി പോലും മാലിക് മുവാത്തയിലെ പല ഹദീസുകളും മയപ്പെടുത്തിയാണ് തന്റെ ഹദീസ് സമാഹാരത്തിൽ ചേർത്തിരിക്കുന്നത്. മനസ്സിലായോ? മയപ്പെടുത്തിയത്. ഈ മയപ്പെടുത്തിയത് ഇങ്ങനെയാണെങ്കിൽ, ബുഖാരിയിലൊക്കെ ഇപ്പം നമ്മൾ കാണുന്ന സാധനമുണ്ടല്ലോ, മയപ്പെടുത്തിയത് അങ്ങനെയാണെങ്കിൽ മയപ്പെടുത്താത്തത് എങ്ങനെയായിരിക്കുന്നത് നിങ്ങൾ ഊഹിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് പിടിയിട്ടു. ഈ മാലിക് മുവാത്തയെ കുറിച്ച് CN അഹമ്മദ് മൗലവി തന്റെ സഹീഹ് ബുഖാരിയുടെ മുഖവുരയിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പഴക്കമുള്ളത് ഇമാം മാലിക്കിന്റെ മുവാത്തയാണ്. ആ ഗ്രന്ഥം അദ്ദേഹം രചിച്ചത് മദീനയിൽ വെച്ചാണ്. ചരിത്രകാരന്മാരുടെ കണക്കനുസരിച്ച് മദീനയിൽ 12,000 സ്വഹാബികൾ ഉണ്ടായിരുന്നു. വിവിധ ആവശ്യങ്ങൾക്കായി അവരിൽ 2,000 പേർ പുറത്തു പോയിരുന്നു. കഴിച്ച് 10,000 പേർ മദീനയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. തിരുമേനിയുടെ നിർദ്ദേശങ്ങളെയും ചർച്ചകളെയും കുറിച്ച് സൂക്ഷ്മജ്ഞാനം ഉണ്ടായിരിക്കുക ഈ മദീനക്കാർക്ക് തന്നെയാണ്. ഇതെല്ലാം കൂടി ഓർത്ത് ഇമാം മാലിക് മദീനയിൽ തന്നെ താമസമാക്കി. തിരുമേനിയുടെ വാക്കുകളും ചര്യകളും അങ്ങേയറ്റ സൂക്ഷ്മതയോടെ അന്വേഷിച്ചറിഞ്ഞ് രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവസാനം അദ്ദേഹത്തിന് ആകെ ശേഖരിച്ചെടുക്കാൻ കഴിഞ്ഞത് എത്ര ഹദീസുകളാണ്? ഏതാണ്ട് 300 ഹദീസുകൾ മാത്രം. ഇമാം മാലിക് ജീവിച്ചതോ 86 കൊല്ലവും, ഹിജ്റ 90 മുതൽ 179 വരെ. CN അഹമ്മദ് മൗലവി സ്വഹീഹ് ബുഖാരിയുടെ മുഖവുര, പേജ് 91. 86 കൊല്ലം മദീനയിൽ തന്നെ ജീവിച്ചിരുന്ന ഇമാം മാലിക്കിന് തന്റെ 86 വർഷത്തെ ജീവിതത്തിൽ ആകെ ശേഖരിക്കാൻ കഴിഞ്ഞത് 300ഓളം ഹദീസുകൾ മാത്രം.
ഈ 10,000-ഓളം സ്വഹാബിമാരെയൊക്കെ കണ്ടിട്ട് അദ്ദേഹത്തിന് 86 കൊല്ലം കൊണ്ട് ശേഖരിക്കാൻ കഴിഞ്ഞത് 300-ഓളം ഹദീസുകൾ മാത്രം. പക്ഷെ അതിനും 10-60 കൊല്ലം കഴിഞ്ഞ് അറേബ്യൻ ഉപഭൂഖണ്ഡത്തിന് പുറത്തു നിന്നും വന്ന ബുഖാരി ശേഖരിച്ചതോ 6 ലക്ഷത്തോളം ഹദീസുകൾ. 6 ലക്ഷത്തോളം ഹദീസുകൾ. അതിൽ നിന്ന് അദ്ദേഹത്തിന് ശരിയാണെന്ന് തോന്നി തെരഞ്ഞെടുത്തത് 7,000 ചില്ലാനും ഹദീസുകളും. അപ്പൊ എന്റെ ചോദ്യം, ആദ്യം ജീവിച്ചിരുന്ന ഈ സ്വദേശിക്ക് കിട്ടാത്ത ഹദീസുകൾ എങ്ങനെയാണ് മുസ്ലിങ്ങളെ പിൽക്കാലത്ത് വന്ന വിദേശിക്ക് കിട്ടിയത്? ഉസ്ബെക്കിസ്ഥാൻകാരനാണല്ലോ ഇദ്ദേഹം, അവിടുത്തുകാരനാണ്. അപ്പൊ എങ്ങനെയാണ് ഈ മദീനയിൽ തന്നെ ജീവിച്ചിരുന്ന ഇമാം മാലിക്കിന് കിട്ടാത്ത ഹദീസുകൾ, അറബി മാതൃഭാഷയായ അതേ നാട്ടിൽ ജനിച്ചു വീണ സ്വദേശിയായിരിക്കുന്ന ആൾക്ക് കിട്ടാത്ത ഹദീസുകൾ ഈ വിദേശിക്ക് കിട്ടിയത്, പുറമേ നിന്ന് വന്ന വിദേശിക്ക് കിട്ടിയത്? മാത്രമല്ല, എങ്ങനെയാണ് ഇത്രയധികം ഹദീസുകൾ പിൽക്കാലത്ത് സ്വഹീഹായി മാറിയത്? ആദ്യം ജീവിച്ചിരുന്ന സ്വദേശിക്ക് സ്വഹീഹായി തോന്നിയത് വെറും 300 ഹദീസുകൾ അല്ലെങ്കിൽ 300-ൽ താഴെ ഹദീസുകളാണെങ്കിൽ പിന്നീട് വന്ന വിദേശിക്ക് അതിന്റെ 21 ഇരട്ടി ഹദീസുകൾ സ്വഹീഹായി മാറിയത് എന്ത് മാതൃക വിദ്യ കൊണ്ടായിരുന്നു മുസ്ലിങ്ങളെ? പറ, എന്തായിരുന്നു അതിനുപയോഗിച്ച ടെക്നിക്ക്? നിങ്ങളുടെ ഈ ഹദീസ് നിദാന ശാസ്ത്രം അനുസരിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും, സ്വഹീഹായി നിങ്ങൾ കൊണ്ടു നടക്കുന്ന ബുഖാരിയും മുസ്ലിമും പോലും വിശ്വസിക്കാൻ പറ്റില്ല, തള്ളിക്കളയേണ്ടി വരുമെന്ന്. സ്വഹീഹിന്റെ ഗതി ഇതാണെങ്കിൽ മറ്റുള്ളവയുടെ കാര്യം, സുനാനായിരിക്കുന്നവയുടെ കാര്യമൊന്നും പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഈ ഹദീസ് നിദാന ശാസ്ത്രത്തിൽ ഒരു പ്രധാന കാര്യമാണ് കള്ളം പറയുന്നവർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകൾ സ്വീകരിക്കാനോ ആ ഹദീസുകൾ മറ്റുള്ളവരോട് പറയാനോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരോട് പോയിട്ട് റിപ്പോർട്ട് ചെയ്യാനോ പാടില്ല എന്നുള്ളത്. കളവ് പറയുന്നവരെ മാറ്റി നിർത്തി വിശ്വസ്തരിൽ നിന്ന് മാത്രമേ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യാവൂ എന്ന തലക്കെട്ടിൽ സ്വഹീഹ് മുസ്ലിമിന്റെ ആമുഖത്തിൽ നൽകിയിരിക്കുന്ന ഹദീസ് ഇങ്ങനെയാണ്. മുഗീറത്ത് ഇബ്നു ശുഅബ നിവേദനം. നബി പറഞ്ഞു, കളവാണെന്ന് താൻ മനസ്സിലാക്കുന്ന ഒരു ഹദീസ് ഒരാൾ റിപ്പോർട്ട് ചെയ്താൽ അവനും കള്ളന്മാരിൽപ്പെട്ടവനാണ്. സ്വഹീഹ് മുസ്ലിം വാല്യം 1 പേജ് 59-60. ഈ ഹദീസ് അനുസരിച്ച് പ്രമുഖ ഹദീസ് സമാഹർത്താവായ ബുഖാരി കള്ളനാണെന്നും അക്കാരണത്താൽ ബുഖാരിയിലുള്ള ഒറ്റ ഹദീസും വിശ്വാസയോഗ്യമല്ല എന്നും തെളിയിക്കാനായിട്ട് സാധിക്കും. സഹീഹ് ബുഖാരി വോളിയം 7 ബുക്ക് 64 ഹദീസ് നമ്പർ 268. സുന്ന.com പോയി കഴിഞ്ഞ് നിങ്ങൾ നോക്കിയാൽ സുന്ന.com സഹീഹ് ബുഖാരി 5355-ാമത്തെ ഹദീസ്. അബൂ ഹുറൈറ നിവേദനം. പ്രവാചകൻ പറഞ്ഞു, ഒരാൾ സമ്പന്നനായിരിക്കുമ്പോൾ നൽകുന്ന ദാനമാണ് ഏറ്റവും നല്ല ദാനം. കൊടുക്കുന്ന കൈയാണ് എടുക്കുന്ന കൈയേക്കാൾ നല്ലത്. എന്ന് വെച്ചാൽ ഇത് ബൈബിളിൽ നിന്നുള്ള കോപ്പിയടിയാണ്. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിട്ടുള്ളതാണ്, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോസ്തല പ്രവൃത്തിയിൽ പൗലോസ് അപ്പോസ്തലനെ ഉദ്ധരിക്കുന്നുണ്ട്. ആ സംഗതി തന്നെയാണ് ഇത് എടുത്തിരിക്കുന്നത് ഇവിടെ. അപ്പൊ കൊടുക്കുന്ന കൈയാണ് എടുക്കുന്ന കൈയേക്കാൾ നല്ലത്. നിങ്ങളുടെ ആശ്രിതർക്ക് പിന്തുണ നൽകാൻ നിങ്ങൾ ആദ്യം തുടങ്ങണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആശ്രയിച്ചിട്ട് ഇരിക്കുന്ന നിങ്ങളുടെ ഭാര്യമാര്, മക്കള്, പിന്നെ വെപ്പാട്ടിമാര്, ദാസന്മാര്, ദാസിമാര്, ഇങ്ങനെയുള്ളവർ, അല്ലെങ്കിൽ അടിമകൾ, അടിമ സ്ത്രീകൾ, അടിമ പുരുഷന്മാരായിരിക്കുന്ന ആൾക്കാർ, ഇങ്ങനെയുള്ളവർക്ക് നിങ്ങൾ കൊടുത്തു തുടങ്ങണം. അവരെ നിന്ന് എടുക്കുകയല്ല, അവർക്ക് നിങ്ങൾ കൊടുക്കണം, കൊടുത്തു തുടങ്ങണം. ഈ ഹദീസ് അബൂ ഹുറൈറ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം എന്തുണ്ടായിന്ന് വെച്ചാൽ അവിടെ ഭയങ്കര പ്രശ്നമുണ്ടായി. അവിടെ ആളുകൾ കുടുംബനാഥന്മാരോട് അല്ലെങ്കിൽ യജമാനന്മാരോട് അടിമകൾ ചോദിക്കാൻ തുടങ്ങി. ഭാര്യ പറയുകയാണ്, ഒന്നുകിൽ എനിക്ക് ഭക്ഷണം നൽകണം, അല്ലെങ്കിൽ എന്നെ വിവാഹമോചനം ചെയ്യണം. മര്യാദയ്ക്ക് തീറ്റ പോലും ഭാര്യമാർക്ക് കൊടുത്തിരുന്നില്ല. മനസ്സിലായി? അത് ഓർക്കണം. അവരോട് എനിക്ക് ഭക്ഷണം നൽകണം, അല്ലെങ്കിൽ എന്നെ വിവാഹമോചനം ചെയ്യണം. ഇത് തന്നെ അടിമകൾ ഇത് തന്നെയാണ് പറയുന്നത്, എനിക്ക് ഭക്ഷണം തരൂ, എന്റെ സേവനം ആസ്വദിക്കൂ, ഭക്ഷണം തന്നു കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളെ സേവിച്ചോളാം. അതുപോലെ മകനും പറയുകയാണ് അപ്പനോ ബാപ്പായോട്, മകൻ പറയാണ്, എനിക്ക് ഭക്ഷണം തരൂ, നിങ്ങൾ എന്നെ ആർക്ക് വിട്ടുകൊടുക്കുന്നു? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം ഇല്ലാത്തതുകൊണ്ട് വിൽക്കുകയാണ്, മക്കളെയൊക്കെ അടുത്ത ആൾക്കാർക്ക് കൊടുക്കുന്ന പരിപാടി, അതൊക്കെ നിർത്താനൊക്കെ പറയുന്നത്. അപ്പൊ ഇതാകെ പ്രശ്നമായി കഴിഞ്ഞപ്പോൾ ആൾക്കാർ വന്നിട്ട് അബൂ ഹുറൈറയോട് ചോദിക്കുകയാണ്, അബൂ ഹുറൈറ, അള്ളാഹുവിന്റെ ദൂതനിൽ നിന്ന് നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടോ? ഈ ഹദീസ് മുഹമ്മദ് പറഞ്ഞത് തന്നെയാണോ? അള്ളാഹുവിന്റെ ദൂതൻ ഈ ഹദീസ് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവൻ പറഞ്ഞു, അബൂ ഹുറൈറ പറയുകയാണ്, ഇല്ല, ഇത് എൻ്റെ തന്നെ സ്വയത്തിൽ നിന്നാണ്. എന്ന് വെച്ചാൽ ഈ ഹദീസ് വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യം പൗലോസ് ഉദ്ധരിച്ചിട്ടുള്ളത് അബൂ ഹുറൈറ പഴയ യഹൂദനായിരുന്നല്ലോ. അപ്പൊ അബൂ ഹുറൈറ അത് ഉദ്ധരിക്കുകയാണ്. ആ സാധനം കോപ്പി അടിച്ചിട്ട് മുഹമ്മദിന്റെ പേരിൽ പറഞ്ഞതാണ്. പിടിയിട്ടിയ അബൂ ഹുറൈറ കള്ളനായിരുന്നു, അതുകൊണ്ടാ കള്ളത്തരം പറഞ്ഞത്. മുഹമ്മദ് പറയാത്ത കാര്യം മുഹമ്മദിന്റെ പേരിൽ പറഞ്ഞിരിക്കുകയാണ്. ഈ ഹദീസ് തുടങ്ങുന്നത് എങ്ങനെയാണ്? നിങ്ങൾ നോക്ക്. അബൂ ഹുറൈറ തുടങ്ങുന്നത് ദ പ്രോഫറ്റ് സെഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഖാല റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, പ്രോഫറ്റ് സെഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നാൽ ജനത്തിന് സംശയം വന്നു, അബൂ ഹുറൈറ
താങ്കൾ ഇത് അള്ളാഹുവിന്റെ അപ്പോസ്തലിൽ നിന്ന് കേട്ടുവോ എന്ന് ചോദിച്ചപ്പോൾ അബൂ ഹുറൈറ പറയാണ്, നോ, ഇറ്റ് ഈസ് ഫ്രം മൈ ഓൺ സെൽഫ്. അത് ഞാൻ എൻ്റെ കയ്യിൽ നിട്ടതാണ്, എൻ്റെ സ്വന്തമാണ്, എൻ്റെ സ്വയത്തിൽ നിട്ടതാണ്. അതായത് അബൂ ഹുറൈറ സ്വന്തമായി ചമച്ചുണ്ടാക്കിയ ഹദീസാണിത്. മനസ്സിലായോ? സ്വന്തമായി ചമച്ചുണ്ടാക്കിയ ഹദീസ്. നബിയുടെ പേരിൽ അബൂ ഹുറൈറ കള്ളം കെട്ടിച്ചമച്ചു എന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ടും ബുഖാരി ഇത് തന്റെ സമാഹാരത്തിൽ, ഹദീസ് സമാഹാരത്തിൽ ചേർത്തിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ നമുക്കിത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റിയത്. ഇത് മാത്രമല്ല, അബൂ ഹുറൈറയുടെ ധാരാളം ഹദീസുകളുണ്ട്. അപ്പൊ ഹദീസ് നിദാന ശാസ്ത്രം അനുസരിച്ച് അബൂ ഹുറൈറ മാത്രമല്ല, കളവായ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ബുഖാരിയും കള്ളനാണ്. കാരണം മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്, കളവാണെന്ന് തെളിഞ്ഞ ഒരു ഹദീസ് ആരെങ്കിലും റിപ്പോർട്ട് ചെയ്താൽ അവനും കള്ളന്മാരിപ്പെട്ടവനാണ്, അവരുടെ കൂട്ടത്തിലുള്ളവനാണ്. ഇത് മുഹമ്മദ് പറഞ്ഞതാണ്. അങ്ങനെ വരുമ്പോൾ ബുഖാരിയും കള്ളനാണ്. തീർന്നില്ല, വേറൊരു ഹദീസ് നോക്കാം. അബൂ ഹുറൈറ പറയുന്നു, ആപത്തുകൾ മൂലം അനുഭവപ്പെടുന്ന ക്ലേശങ്ങളിൽ നിന്നും, പരാജയം അനുഭവപ്പെടുന്നതിൽ നിന്നും, വിധിയുടെ തിന്മ ബാധിക്കുന്നതിൽ നിന്നും, ശത്രുക്കൾ സന്തുഷ്ടരാകുന്ന സാഹചര്യങ്ങൾ ഉടലെടുക്കുന്നതിൽ നിന്നും കാത്തുരക്ഷിക്കുവാനായി തിരുമേനി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഈ ഹദീസിന്റെ റാവികളിൽ ഒരാളായ, റാവികൾ എന്ന് പറയുന്നത് ചെയിൻ ഓഫ് റിപ്പോർട്ടേഴ്സിൽ വരുന്ന റിപ്പോർട്ടുകൾ ഇത് ചെയ്യുന്ന ഹദീസ്, കാരണം ഇത് തലമുറകൾ 8-9 തലമുറയിലാണല്ലോ ഓരോരുത്തരൊക്കെ ഇത് ശേഖരിക്കുന്നത്. അപ്പൊ ഇടയിൽ കുറെ ആൾക്കാരുണ്ട്. അവൻ പറയാണ്, എന്നോട് ഇന്ന ആള് പറഞ്ഞു, അവൻ പറയണം എന്നോട് ഇന്ന ആള് പറഞ്ഞു. ഇങ്ങനെ പുറകോട്ട് പോയിട്ട് അവസാനത്ത് മുഹമ്മദിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇടയിലുള്ള ടീമുകൾ, അതിലൊരാളാണ് സുഫിയാൻ പറയുകയാണ്, 3 കാര്യങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ തിരുമേനി പ്രാർത്ഥിച്ചിരുന്നത് മാത്രമാണ് ഹദീസിലുള്ളത്. ഒറിജിനൽ ഹദീസിൽ ഈ പുള്ളിക്ക് സുഫിയാൻ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അതിനകത്തുള്ളത് 3 കാര്യങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി തിരുമേനി പ്രാർത്ഥിച്ചിരുന്നത് മാത്രമാണ് ഹദീസിലുള്ളത്. പക്ഷെ ഇപ്പൊ നമ്മൾ കണ്ട ഈ ഹദീസിനകത്ത് 4 കാര്യങ്ങളുണ്ട്. 4 കാര്യങ്ങളിൽ നിന്ന്. അപ്പൊ സുഫിയാൻ പറയാണ്, അതിലൊന്ന് ഞാൻ കൂട്ടിച്ചേർത്തതാണ്. മുഹമ്മദ് പറഞ്ഞത് 3 കാര്യങ്ങൾ, പക്ഷെ ഇപ്പൊ ഹദീസിൽ 4 ഉണ്ട്. ആ 4ാമത്തത് ഞാൻ കൂട്ടിച്ചേർത്താണ്. പക്ഷെ ആ ഒന്ന് ഏതാണെന്ന് എനിക്കിപ്പോ ഓർമ്മയില്ല. സ്വഹീഹ് ബുഖാരി അധ്യായം 90 ഹദീസ് നമ്പർ 2144, CN അഹമ്മദ് മൗലയുടെ തർജ്ജമ. ഇപ്പോൾ അതിന് 4 കാര്യങ്ങളിൽ നിന്ന് രക്ഷിക്കാനായിട്ട് മുഹമ്മദ് പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് ഹദീസിലുള്ളത്. യഥാർത്ഥ ഹദീസിൽ ഉണ്ടായിരുന്നത് 3 എണ്ണമാണ്. ഒരെണ്ണം സുഫിയാൻ കൂട്ടിച്ചേർത്തതാണ്. പക്ഷെ സുഫിയാൻ കൂട്ടിച്ചേർത്ത ആ ഒന്ന് ഏതാണെന്നുള്ള കാര്യം ആർക്കും അറിയില്ല, ലോകത്ത് ആർക്കും അറിയില്ല. മുസ്ലിങ്ങൾ ഇപ്പൊ ഈ 4ഉം മുഹമ്മദ് പറഞ്ഞതായിട്ട് വിശ്വസിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പൊ ഇവിടെ ഹദീസിൽ കൂട്ടിച്ചേർക്കൽ നടത്തിയിട്ടുള്ളത് സുഫിയാനാണ്. കൂട്ടിച്ചേർക്കൽ നടത്തപ്പെട്ട ഹദീസാണെന്ന് അറിഞ്ഞിട്ടും, എന്ന് വെച്ചാൽ അത് കള്ള ഹദീസാണ്, വ്യാജ ഹദീസാണെന്ന് അറിഞ്ഞിട്ടും ബുഖാരി അത് തന്റെ ഹദീസ് സമാഹാരത്തിൽ ചേർത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹദീസ് നിദാന ശാസ്ത്രം അനുസരിച്ച് ബുഖാരി കള്ളനായി മാറുകയാണ് ഇവിടെ. മനസ്സിലായ? ബുഖാരി കള്ളനാണ്. ഇനി അബൂ ഹുറൈറ മുഹമ്മദിന്റെ പേരിൽ കള്ളം പറയുന്നുണ്ടെന്ന് ജനങ്ങൾ തന്നെ പറഞ്ഞിരുന്നു എന്ന കാര്യം സ്വഹീഹ് മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് നോക്കിക്കോ. അബൂ റസീൻ നിവേദനം, ഒരിക്കൽ അബൂ ഹുറൈറ ഞങ്ങളിലേക്ക് പുറപ്പെട്ടു. അദ്ദേഹം തന്റെ കൈകൊണ്ട് സ്വന്തം നെറ്റിയിൽ അടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ കളവ് പറയുന്നുവെന്ന് നിങ്ങൾ പറഞ്ഞുവല്ലോ. അങ്ങനെ നിങ്ങൾ നല്ലവരും ഞാൻ ദുർമാർഗിയുമായിരിക്കാൻ അറിയുക, ഞാൻ സാക്ഷിയാകുന്നു. റസൂൽ പറയുന്നതായി ഞാൻ കേട്ടു, നിങ്ങളിൽ ഒരാളുടെ ചെരുപ്പിന്റെ ഒരു പട്ട മുറിഞ്ഞാൽ അത് നന്നാക്കാതെ മറ്റേ ചെരുപ്പ് മാത്രമായി നടക്കരുത്. സഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 37 ഹദീസ് നമ്പർ 69. sunna.com പോയിട്ട് സഹീഹ് മുസ്ലിം എടുത്താൽ 2098 ഹദീസ്. അപ്പൊ ഇവിടെ അബൂ ഹുറൈറ സ്വന്തം തലക്കടിച്ചുകൊണ്ട് പറയുന്നത് കണ്ടോ, ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ കളവ് പറയുന്നുവെന്ന് നിങ്ങൾ പറഞ്ഞുവല്ലോ എന്നാണ് വിലപിക്കുന്നത്. മുഹമ്മദിന്റെ പേരിൽ കളവ് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കളവായ ഹദീസുകൾ പറയുന്ന ആളാണ് അബൂ ഹുറൈറ. അതുകൊണ്ടാണ് നാട്ടുകാർ അങ്ങനെ ഒരു ആരോപണം പറഞ്ഞത്. ഇതിന്റെ പശ്ചാത്തലം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ആദ്യകാലത്ത് ഈ യുദ്ധം ചെയ്യാൻ പ്രാപ്തിയുള്ള സമയത്തൊക്കെ ഇവർ പോയിട്ട് യുദ്ധം ചെയ്യുകയും കൊള്ളമുതൽ പിടിച്ചെടുക്കുകയും മറ്റുമൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ കൊള്ളമുതലൊക്കെ ഇതാക്കി അടിമ സ്ത്രീകളെയും കിട്ടും, ഒട്ടകങ്ങളെ കിട്ടും, കുതിരകളെ കിട്ടും, പിന്നെ മറ്റു വസ്തുവകകൾ, പടത്തൊപ്പിയും സ്വർണം പലതും ഇവർക്ക് യുദ്ധമുതലിന്റെ ഇതായിട്ട് ഗനീമത്തായിട്ട് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ പ്രായമായി, അബൂ ഹുറൈറയ്ക്കൊക്കെ പ്രായമായി. ഈ കിട്ടിയൊന്നും സമ്പാദിച്ചു വെക്കുന്ന ശീലമില്ല, ഇവറ്റുകൾ ഇതൊക്കെ ചെലവാക്കി കളയായിരുന്നു. അപ്പൊ അബൂ ഹുറൈറയ്ക്കൊക്കെ പ്രായമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ യുദ്ധത്തിന് പങ്കെടുത്തിട്ട് ചിലർ കിട്ടാൻ വകുപ്പില്ല. അപ്പൊ പുള്ളി ചെയ്ത പരിപാടിയാണ് ഹദീസുകൾ പറഞ്ഞു, ജനങ്ങളുടെ ഹദീസുകൾ അറിയിച്ചു കൊടുക്കുന്നു. അപ്പൊ മതാധ്യാപകൻ എന്നുള്ള നിലയിൽ എന്തെങ്കിലും തിന്നാൻ കിട്ടും, അല്ലെങ്കിൽ ഭക്ഷണം എന്തെങ്കിലുമൊക്കെ കിട്ടുക, ഭക്ഷണ കൂലി എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ. അപ്പൊ പിന്നെ പുള്ളിയുടെ ജീവിതം അങ്ങനെയായിരുന്നു, ഹദീസ് പറഞ്ഞു കൊടുത്തുകൊണ്ട് ജീവിക്കുന്നു. അപ്പൊ കൂടുതൽ ചില്ലറ കിട്ടാൻ വേണ്ടി സ്വന്തം കയ്യിൽ നിന്ന് ഹദീസ് എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് പറയാണ്, നാട്ടുകാരോട് പറയായിരുന്നു. അങ്ങനെയാണ് കയ്യിൽ നിന്ന് ഹദീസ് ഇടുന്ന പരിപാടി ഇദ്ദേഹം തുടങ്ങുന്നത്. ഇദ്ദേഹം മാത്രമല്ല, ബാക്കിയുണ്ട്. അത് ഇവന്മാർ ഇനിയും ചൊറിയാണെന്നുണ്ടെങ്കിൽ ഞാനത് വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. എങ്ങനെയാണ് വ്യാജ ഹദീസുകളെല്ലാം രൂപപ്പെട്ടു വന്നത്, അതിന്റെ പശ്ചാത്തലം എന്താണെന്നൊക്കെ ഉള്ളത്. ഇവർ ചൊറിയാണെന്നുണ്ടെങ്കിൽ
അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ അത് പ്രധാന വിഷയമായിട്ട് ഞാൻ കരുതുന്നില്ല. നമുക്ക് അതിനേക്കാളും പ്രധാനപ്പെട്ട പലതും കൂടെ പറയാനുണ്ട്. അത് അതിനു വേണ്ടിയുള്ള സമയം ഇതിനു വേണ്ടി കളയണ്ടെന്ന് വെച്ചിട്ടാണ്. പക്ഷെ ഒരു ചൊറിയാണെങ്കിൽ നിവൃത്തിയില്ല, ഞാൻ എടുക്കാം. അപ്പോ മുഹമ്മദ് തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? മുഹമ്മദ് പറഞ്ഞത് എന്റെ മേൽ കളവ് പറയുന്നവരെ കാത്തിരിക്കുന്നത് നരകാഗ്നിയാണ്, അവൻ നരകത്തിലൊരു ഇരിപ്പിടം ഒരുക്കിക്കൊള്ളട്ടെ എന്നാണ് മുഹമ്മദ് വേറൊരിടത്ത് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരുവൻ പറഞ്ഞ ഹദീസുകളാണ് ബുഖാരിയിലും മുസ്ലിമിലും മറ്റെല്ലാ ഹദീസ് സമാഹാരങ്ങളിലും കൂടുതലായിട്ടുള്ളത്. ഈ അബൂ ഹുറൈറയുടെ ഹദീസുകളൊക്കെ ഏറ്റവും കൂടുതൽ അബൂ ഹുറൈറയാണ് ഹദീസുകൾ വന്നിരിക്കുന്നത്. ഇത് എന്നിട്ട് ആയിഷ ചോദ്യം ചെയ്യുന്നുണ്ട്. ആയിഷ ചോദിക്കുന്നത് നിനക്ക് ഇത്രമാത്രം ഹദീസ് എവിടെ നിന്ന് കിട്ടി? അപ്പൊ അബൂ ഹുറൈറ പറയുന്നുണ്ട്, വിശ്വാസികളുടെ മാതാവേ, താങ്കൾ മറ്റുള്ള സ്ത്രീകളുമായിട്ട് പരദൂഷണം പറഞ്ഞും മറ്റുമൊക്കെ ഇരുന്ന സമയത്ത് അവരുടെ പരദൂഷണം മാത്രമല്ല, തലമുടി ചെയ്യുന്ന കാര്യമൊക്കെ പറയുന്നത്, പേൻ നോക്കിയും തലമുടി ചെയ്യുകയും പരദൂഷണവും പറഞ്ഞൊക്കെ ഇരുന്ന സമയത്ത് ഞാൻ നബിയോട് കൂടെ തന്നെ നടന്ന് ഇതെല്ലാം കേട്ട് പഠിക്കുകയായിരുന്നു എന്നാണ് അബൂ ഹുറൈറ തിരിച്ചു പറയുന്ന മറുപടി. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ളൊരു വ്യക്തി ആയതുകൊണ്ടാണ് അബൂ ഹുറൈറയിൽ നിന്ന് ധാരാളം ഹദീസുകൾ വന്നിരിക്കുന്നത്. എന്നാൽ നാട്ടുകാർ പറയുന്നത് അബൂ ഹുറൈറ മുഹമ്മദിന്റെ പേരിൽ കളവ് കെട്ടിച്ചമച്ച് പറയുന്ന ആളാണ്. മാത്രമല്ല ചോദ്യം ചെയ്യുന്ന സമയത്ത് ചില ഹദീസുകളുടെ കാര്യത്തിൽ ചോദ്യം ചെയ്യുമ്പോണ്ട് ഈ അബൂ ഹുറൈറ തന്നെ പറയുന്നുണ്ട്, ഇല്ല നബി അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാനിത് എന്റെ കയ്യിൽ നിർത്തിട്ട് പറഞ്ഞതാണ് എന്നൊക്കെ. മനസ്സിലായ? സഹീഹ് ബുഖാരി 5355 ഹദീസ് നമ്മൾ കണ്ടല്ലോ, സുനാ.കോമിലത്തെ. കയ്യിൽ നിർത്തിട്ട് പറയാണ്. അപ്പോൾ അബൂ ഹുറൈറ മുഹമ്മദിന്റെ പേരിൽ കളവ് കെട്ടിച്ചമച്ച് പറയുന്ന ആളായിരുന്നു എന്നറിഞ്ഞിട്ടും ആ കളവ് ബുഖാരി അങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. സുഫിയാൻ ഹദീസിൽ കൂട്ടിച്ചേർക്കൽ നടത്തിയെന്ന് മനസ്സിലാക്കിയിട്ടും ബുഖാരി അത് തന്റെ ഹദീസ് സമാഹാരത്തിൽ ചേർത്തിരിക്കുന്നു. അബൂ ഹുറൈറ മുഹമ്മദിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമച്ച് പറയുന്നവനാണെന്ന് ജനങ്ങൾ പറഞ്ഞിട്ടും മുസ്ലിം അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ എന്താണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? കളവാണെന്ന് താൻ മനസ്സിലാക്കുന്ന ഒരു ഹദീസ് ഒരാൾ റിപ്പോർട്ട് ചെയ്താൽ അവനും കള്ളന്മാരിൽ പെട്ടവനാണ് എന്ന ഹദീസ് അനുസരിച്ച്, അല്ലെങ്കിൽ നബി വചനം അനുസരിച്ച്, മുഹമ്മദിന്റെ വചനം അനുസരിച്ച് ഇവിടെ ബുഖാരിയും മുസ്ലിമും കള്ളന്മാരാണ്. അബൂ ഹുറൈറ മാത്രമല്ല, സുഫിയാൻ മാത്രമല്ല, ഇവരും കള്ളന്മാരാണ്. ഇബ്നു അബ്ബാസും അതുകൊണ്ട് ഇബ്നു അബ്ബാസ് കള്ളനാണെന്ന് നിർവഹിക്കുന്ന വേറെ ഹദീസ് ഉണ്ട്. ഇഷ്ടംപോലെ ഉണ്ട്. ഇവന്മാരുടെ എല്ലാ പണ്ഡിതന്മാര് കള്ളന്മാരാണ്. ഉമറിന്റെ കള്ളത്തരം അത് വേറെയുണ്ട്. ഇതൊക്കെയുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊന്നും വായിച്ചു പഠിക്കാതെ അല്ല ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് കേട്ടാ. അപ്പൊ ഈ ഒരു പ്രമാണം അനുസരിച്ച് മുഹമ്മദ് പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ടല്ലോ, കളവാണെന്ന് ഒരുവന് മനസ്സിലായാൽ, അങ്ങനെ മനസ്സിലായ ഹദീസ് ഒരാൾ റിപ്പോർട്ട് ചെയ്താൽ അവനും കള്ളന്മാരിൽ പെട്ടവനാണ് എന്നുള്ള ആ ഹദീസ് അനുസരിച്ച് ബുഖാരിയും മുസ്ലിമും കള്ളന്മാരാണ്. അവരുടെ ഒറ്റ ഹദീസ് പോലും, ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഒറ്റ ഹദീസ് പോലും സ്വീകരിക്കാൻ പാടില്ല. അപ്പൊ സ്വഹീഹ് എന്നും പറഞ്ഞവർ കൊണ്ട് നടക്കുന്ന സ്വഹീഹ് ബുഖാരിയുടെ സ്വഹീഹ് മുസ്ലിമിന്റെ അവസ്ഥയാണ്. അപ്പൊ പിന്നെ പുറകെ വരുന്ന സിഹാഹുസത്തിൽ ഉൾപ്പെട്ട ബാക്കിയുള്ള 4 എണ്ണത്തിന്റെ ഗതി എന്താണ്? മാലിക് മൂവാത്ത എങ്ങനെയായിരിക്കും? ബാക്കിയുള്ള ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ ഇസ്ലാമിന്റെ 2ാം പ്രമാണം എന്ന് പറഞ്ഞവർ കൊണ്ട് നടക്കുന്ന സാധനം ഉണ്ടല്ലോ, ഹദീസുകൾ, അതിന്റെ വില ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ 2ാം പ്രമാണം ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? മുസ്ലിം സുഹൃത്തുക്കളെ, ഹദീസ് ദാനശാസ്ത്രത്തിന്റെ പൊള്ളത്തരം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അത് വെറും ചവറാണെന്ന് ഞങ്ങൾ പറയുന്നത് വെറുതെ അല്ല, വായിച്ചു നോക്കിയിട്ട് തന്നെയാണ്. നിങ്ങൾക്ക് സംശയം വല്ലതുണ്ടെങ്കിൽ MM അക്ബറിനോട് ചോദിച്ചാൽ മതി, പുള്ളിക്കാരൻ പറഞ്ഞു തരും ഞങ്ങളുടെ ഹദീസ് വിജ്ഞാനത്തെ കുറിച്ച്. MM അക്ബറെ പറഞ്ഞു തരും. അതുകൊണ്ട് കമന്റ് ബോക്സിൽ തെറി വിളിച്ച് ഞങ്ങളെ നിശബ്ദരാക്കാമെന്നാണ് നിങ്ങൾ വ്യാമോഹിക്കുന്നതെങ്കിൽ അത് നടക്കില്ല എന്ന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ. നിങ്ങളുടെ കിതാബുകളിലുള്ള കാര്യങ്ങൾ പുറത്തു പറയുമ്പോൾ നിങ്ങൾക്ക് നാണക്കേട് തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങളെ തെറി വിളിച്ചിട്ട് കാര്യമില്ല. പകരം ആ കിതാബുകൾ എടുത്ത് വലിച്ചെറിയണം. പൊതുസമൂഹത്തിന് മുമ്പിൽ നാണക്കേടുണ്ടാക്കുന്ന ഈ കിതാബുകളെയാണല്ലോ ഞാൻ ഇത്രയും നാൾ ഫോളോ ചെയ്തിരുന്നത്, ഇനി ഇത് ഫോളോ ചെയ്യാൻ എന്നെ കിട്ടില്ല എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് അത് വലിച്ചെറിഞ്ഞ് അതിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ നോക്ക്. അത് ചെയ്യും. അല്ലാതെ എന്നെ തെറി വിളിക്കാൻ നിന്നാൽ നിങ്ങൾ ഇനിയും നാണം കെടുകയേ ഉള്ളൂ. നിങ്ങളെക്കാൾ വലിയ പുള്ളികൾ ഇതിനു മുമ്പ് കുറെ ശ്രമിച്ചതാ ഞങ്ങളെ മിണ്ടാതാക്കാൻ. പക്ഷെ നടന്നില്ല എന്ന് മാത്രമല്ല, ഞങ്ങളെ മിണ്ടാതാക്കാൻ നോക്കിയവന്മാരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയാമോ? അവരിപ്പോ സോഷ്യൽ മീഡിയയിൽ ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. അതാണ് അവരുടെ അവസ്ഥ. മനസ്സിലാക്കാം. ഞങ്ങളെ നിശബ്ദരാക്കാൻ വന്നവര് ഇപ്പൊ നിശബ്ദരായി പോയിരിക്കുകയാണ്. അവര് ശ്രമിച്ചിട്ട് നടക്കാത്തത് നിങ്ങളെ കൊണ്ട് തെറി വിളിച്ച് നടത്തിക്കളയാമെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് ഇരിക്കുന്നത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞങ്ങളെ നിശബ്ദരാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമുണ്ട്. പണ്ട് മുഹമ്മദ് ചെയ്ത കാര്യം, മുഹമ്മദിനെ വിമർശിച്ച ആൾക്കാർക്കെതിരെ മുഹമ്മദ് ചെയ്ത കാര്യം, മുഹമ്മദിനെ വിമർശിച്ച കവിതകൾ ചൊല്ലിയിരുന്ന 110 വയസ്സുണ്ടായിരുന്ന അബു അഫാക്കിന്റെ കാര്യത്തിലും, കാബിനുൽ അഷ്റഫിന്റെ കാര്യത്തിലും, അസ്മാ ബിന്ദു മർവാന്റെ കാര്യത്തിലും, അബു റാഫിന്റെ കാര്യത്തിലും മുഹമ്മദ് ചെയ്ത കാര്യം, ഇരുട്ടിന്റെ മറവിൽ കൊട്ടേഷൻ സംഘങ്ങളെ വിട്ട് ഈ വിമർശകരെ തട്ടിക്കളയുകയായിരുന്നു മുഹമ്മദ് ചെയ്തത്.
നിങ്ങളുടെ നബി ചെയ്തത് നിങ്ങൾക്ക് മാതൃകയാണല്ലോ. ആ മാതൃക ഉപയോഗിച്ച് മാത്രമേ നിങ്ങൾക്ക് ഞങ്ങളെ നിശബ്ദരാക്കാൻ പറ്റൂ. അതല്ലാതെ ഒരു രീതിയിലും നിങ്ങൾക്ക് ഞങ്ങളെ മിണ്ടാതാക്കാൻ സാധിക്കില്ല. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിന്നോ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്നോ ഞങ്ങൾ തെളിവുകൾ ഹാജരാക്കുന്നുണ്ട്. തെളിവില്ലാതെ ഞങ്ങൾ ഒരക്ഷരം പറയുന്നില്ല. അതുകൊണ്ട് തന്നെ പോലീസിനെ ഉപയോഗിച്ചോ കോടതിയെ ഉപയോഗിച്ചോ ഞങ്ങളെ നിശബ്ദരാക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അതല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യാം. നിങ്ങളുടെ ഖുർആന് ഹദീസുകളും ഫത്തുൽ മൂയിനും തഫ്സീറുകളും മറ്റനുബന്ധ ഇസ്ലാമിക ഗ്രന്ഥങ്ങളുമെല്ലാം സർക്കാരിന് നിവേദനം കൊടുത്ത് നിരോധിപ്പിക്കുക. ഇതൊക്കെ ഞങ്ങളുടെ നബിയെ അപമാനിക്കുന്നതാണ്, ഞങ്ങളുടെ ഈമാനിന് ഇത് കോട്ടം വരുത്തുന്നതാണ്, ഞങ്ങളുടെ ദീനിനെ അവഹേളിക്കുന്ന ഗ്രന്ഥങ്ങളാണ് ഇതൊക്കെ എന്നും പറഞ്ഞുകൊണ്ട് ഖുർആൻ അടക്കമുള്ള സകലതിനെയും നിങ്ങൾ നിരോധിപ്പിക്കുക. അങ്ങനെ സർക്കാർ ആ പുസ്തകങ്ങളെല്ലാം നിരോധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ആ പുസ്തകങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഉദ്ധരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാനോ ഫേസ്ബുക്ക് പോസ്റ്റുകളൊന്നും ഇടാനോ പറ്റില്ല. അത് നിയമലംഘനമാകും. നിരോധിച്ച പുസ്തകങ്ങളിൽ നിന്ന് ഞങ്ങൾ ഉദ്ധരിച്ചാൽ അത് നിയമലംഘനമാകും. അങ്ങനെ വരുമ്പോൾ ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് വിചാരണ നടത്തി നിങ്ങൾക്ക് ശിക്ഷിക്കാൻ പറ്റും. പക്ഷേ ആ പുസ്തകങ്ങളൊന്നും നിരോധിക്കാത്ത കാലത്തോളം ഞങ്ങൾ ആ പുസ്തകങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് 10,000 വീഡിയോകൾ ചെയ്താലും നിങ്ങൾക്ക് ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വെറുതെ മിണ്ടാണ്ട് കേട്ടിരിക്കാനേ നിങ്ങളെ കൊണ്ട് പറ്റൂ. അത് ഇനിയെങ്കിലും മനസ്സിലാക്കിക്കോ. നിങ്ങൾ തെറി വിളിച്ചാലോ ഭയപ്പെടുത്തിയാലോ നിശബ്ദരാകുന്നവരല്ല ഞങ്ങൾ. വില കൂടിയ ഈന്തപ്പഴവും ഫ്ലൈറ്റ് ടിക്കറ്റും കിട്ടിയാൽ നിങ്ങളുടെ സ്റ്റേജുകളിൽ കയറി വന്ന് നിങ്ങൾക്ക് വേണ്ടി ഓശാന പാടുന്ന നാമധേയ ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിലും ഞങ്ങളെ ഉൾപ്പെടുത്തണ്ട. നിങ്ങൾ അങ്ങനെയുള്ള ക്രിസ്ത്യാനികളെയൊക്കെ കണ്ടിട്ടുള്ളൂ. അലക്സാണ്ടർ ജേക്കബിനെ പോലെയും ഹൂർലോസിനെ പോലെയും ഒക്കെയുള്ള തേലക്കാടിനെ പോലെയുള്ളവരെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഒറിജിനൽ ക്രിസ്ത്യാനികളെ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അതിന്റെ കുഴപ്പം നിങ്ങൾക്ക്. ഞങ്ങൾ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ക്രിസ്തുവിന്റെ സാക്ഷികളാണ്. അവസാനം വരെ ഞങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. ഞങ്ങളുടെ ദൈവം അതിന് ഞങ്ങളെ സഹായിക്കും. മനസ്സിലായോ? ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. അവിടുത്തെ വിലയേറിയ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ.